അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ഫുർഖാൻ 67. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അവിടെ ഫീഹി എന്ന് നീട്ടണം. ഖുർആനിൽ അപൂർവമായ ഒരു സ്ഥലമാണ്, അപൂർവമായ ഒരു സ്ഥലമാണ് ഫീഹി എന്ന്. എല്ലാ സ്ഥലത്തും ഫീഹി എന്നേ പറയുള്ളൂ. എന്നാൽ ഇവിടെ മാത്രം അവിടുത്തെ ഒരു യാ ഇങ്ങനെ ഇട്ട് കണ്ടില്ലേ അത് ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫീഹി നീട്ടേണ്ട സ്ഥലമുള്ളത്. അപ്പോൾ ഓതേണ്ടത് വയഖ്ലുദ് ഫീഹി മുഹാന. അപ്പോൾ ഇബാദുർ റഹ്മാൻ, കരുണാനിധിയായ അള്ളാഹുവിൻ്റെ അടിമകളുടെ 3 സ്വഭാവമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചത്. 3 സ്വഭാവമാണ്, 4 കാര്യങ്ങൾ. ഒന്നാമത്, സാമൂഹികമായ ബന്ധം നിലനിൽക്കണം അള്ളാഹുവിൻ്റെ അടിമ. അവനെത്ര ഇബാദത്തുകൾ കുറഞ്ഞാലും മനുഷ്യബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും വളരെ പ്രധാനമാണ് അള്ളാഹുവിൻ്റെ അടിമക്ക്. അള്ളാഹുവായിട്ടുള്ള ബന്ധം കുറച്ച് കുറവുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ കഴിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും. പടച്ചോനും നമ്മളുമാണല്ലോ. പടച്ചോൻ അള്ളാഹു ഗഫൂറുർ റഹീമാണ്, മനുഷ്യന് പാപ്പിയുമാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പടച്ചോനുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ സ്വകാര്യമായി പരിഹരിക്കാൻ കഴിയും. എന്നാൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലെ കുറവ് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പരിഹരിക്കാൻ കഴിയില്ല. ഹുഖൂഖുൽ ഇൻസാന് മനുഷ്യരോടുമായിട്ട് തന്നെ അത് പരിഹരിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളിലൊരാളെ പഴി പറയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ ചീത്ത പറയുകയോ ഒക്കെ ചെയ്താൽ ഞാൻ പെരി പോയിരുന്ന് ഒതുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് പഠിച്ചവനെ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കില്ല. അതിന് ഞാൻ നിങ്ങളോട് പൊരുത്തപ്പെടിയിക്കണം, നിങ്ങൾ അത് പുറത്തു തരണം. മനുഷ്യബന്ധങ്ങൾ അങ്ങനെയാണ്. പക്ഷേ പടച്ചോനുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല. പടച്ചോനായിട്ടുള്ള തെറ്റ് ചെയ്താൽ പടച്ചോനോട് പറഞ്ഞാൽ മതി. അതിന് ആരെയും നമ്മൾ ഇടയിൽ വെക്കേണ്ടതില്ല. അവിടെയാണ് മനുഷ്യബന്ധങ്ങളും ഹുഖൂഖുൽ ഇൻസാനും ഹുഖൂഖുള്ളയും തമ്മിലുള്ള വ്യത്യാസം. പടച്ചവൻ്റെ മാർഗത്തിൽ പടച്ചവൻ പറഞ്ഞിടത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്താൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങാനേ ഉള്ളൂ. ഇത് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിൻ്റെ പുറമെ മനുഷ്യരിൽ നിന്നും അവർ വേണം നമുക്ക് മാപ്പാക്കി തരാൻ. അപ്പോൾ അതുകൊണ്ട് ഇബാദുർ റഹ്മാനിനെ പറ്റി പറഞ്ഞപ്പോൾ കണ്ടില്ല നിങ്ങൾ,
അല്ലദീന യംശൂന അലൽ അർളി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അഹങ്കാരമില്ലാതെ ഹൗന് വിനയത്തോടുകൂടി നടക്കുക. ജാഹിലുകളായ വിവരമില്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ സമാധാനത്തിൻ്റെ വാക്കുകൾ പറയുക. ആരുമായും കലഹിക്കാനോ ആക്രമിക്കാനോ അഹങ്കരിക്കാനോ പോകേണ്ടതില്ല. അതായത് സാമൂഹ്യ ബന്ധങ്ങളാണ് ഇബാദുർ റഹ്മാനിൻ്റെ മര്യാദകൾ പറഞ്ഞപ്പോൾ ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമത്തേത് ഒന്ന് യംശൂന അൽ അർളി ഹൗന, പിന്നെ കലഹിക്കാതെ നല്ല നിലക്ക് ജീവിക്കണം എന്ന ഒരു ബന്ധം. മൂന്നാമത്തെ കാര്യം വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവരുടെ റബ്ബിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി സുജൂദിലായിക്കൊണ്ടും ഖിയാമിലായിക്കൊണ്ടും രാത്രി നിലനിൽക്കുന്നവർ എന്ന് പറയുന്നത് നമ്മുടെ ആ നിലക്കുള്ള ഒരു സാമൂഹ്യ ജീവിതം നമുക്ക് കഴിയണമെങ്കിൽ അഹങ്കാരമില്ലാത്ത വിനയമില്ലാത്ത ആളുകളുമായി കലഹിക്കാത്ത ഒരു മാനസികാവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവുമായി നല്ല ബന്ധം വേണം. ആ ബന്ധം നിലനിൽക്കാൻ നമ്മൾ രാത്രിയിലെ നമസ്കാരങ്ങളൊക്കെ ഏറെ ഉപകരിക്കും. അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹുവിനോടുള്ള ബന്ധം നിലനിർത്തുന്ന ഒരാളിന് അഹങ്കാരിയാവാൻ കഴിയില്ല, ആളുകളുമായി കലഹിക്കാൻ കഴിയില്ല. രാത്രി പഠിച്ചവനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയും നേരം പുലർന്നാൽ ജനങ്ങളുമായി കലഹിക്കുകയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്വന്തത്തിന് ആദ്യം സാമൂഹ്യ കാര്യം പറഞ്ഞു, ഒന്നും രണ്ടും വിശേഷണങ്ങൾ. മൂന്നാമത്തേത് വ്യക്തിശുദ്ധി, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അതായത് രാത്രിയിൽ സുജൂദും ഖിയാമുമായിട്ട് നിലനിൽക്കുന്നവർ, അത് നമസ്കരിക്കുന്നവർ, പ്രത്യേകിച്ചും ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാത്രി നമസ്കാരം ഇന്ന നാസിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, രാത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ടുള്ള ആ ഉയർത്തെഴുന്നേൽക്കുന്ന ആ നമസ്കാരം അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, നിൻ്റെ സ്റ്റെപ്പുകൾ കാലടികൾ ഉറച്ചു കിട്ടാനും നല്ല വാക്കുകൾ പറയാനും നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു വിനയവും ഒരു പക്വതയും ഒക്കെ ഉണ്ടാവാൻ രാത്രി നമസ്കാരം നമുക്ക് സഹായിക്കും. അതുമാത്രമല്ല ആ സമയത്തെ പ്രാർത്ഥന അള്ളാഹു കൂടുതൽ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ വ്യക്തി ജീവിതം അത് രാത്രി നിസ്കാരത്തിന് ഇത്ര അധികം പ്രാധാന്യം ഉണ്ടാവാൻ കാരണം എന്താ? ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും കൊണ്ടൊക്കെ കാണും, നേരെ മറിച്ച് രാത്രി നമ്മളാരും കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മാത്രം അള്ളാഹുവിന് വേണ്ടി തന്നെ മാത്രമേ ഒരാൾക്ക് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ കഴിയുള്ളൂ. ആരാ കാണാൻ? രാത്രി 3 മണിക്ക് 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുമ്പോൾ ആരാ കാണാൻ? ഏറിയാൽ നമ്മളെ ഭാര്യ കാണും. ഭാര്യ കണ്ടാലെന്താ, നമുക്ക് ഒരു പേരും പെരുമയും കിട്ടൂല്ലോ. ആളുകൾ കാണണ്ടേ? ആളുകൾ കാണാത്ത നേരമാണത്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയുള്ള പഠിച്ചവൻ്റെ അടുക്കൽ കൃത്യമായി മനസ്സ് സമർപ്പിച്ചവനെ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മൂന്നാമത് വ്യക്തി ജീവിതമാണ് പറഞ്ഞത്. നാലാമത്തേത് പറഞ്ഞത് അള്ളാഹുവിനോട് ഇപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കും. അതാണ് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഞങ്ങളുടെ രക്ഷിതാവേ നരകശിക്ഷയിൽ നിന്ന്, ജഹന്നമിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചു കളയണമേ. ആ ശിക്ഷയിൽ നിന്ന് തിരിച്ചു കളയാന്ന് പറഞ്ഞാൽ ആ ശിക്ഷയിലേക്ക് എത്തുന്ന ജീവിതത്തിൽ നിന്ന് തട്ടിത്തിരിച്ചു കളയണമേ. പിന്നെ ഇന്ന അദാബഹ കാന ഗറാമ, തീർച്ചയായും ജഹന്നമിൻ്റെ ശിക്ഷ അത് മനുഷ്യനെ എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ, ആ ജഹന്നം മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സങ്കേതവും മുഖാമ താമസയിടമാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്. 4 ഗുണങ്ങളാണ് പറഞ്ഞത്. ഇനി ഒന്നുകൂടി സാമൂഹ്യ ഗുണങ്ങളിലേക്ക് വീണ്ടും വരികയാണ്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ, അൻഫഖ എന്ന് പറഞ്ഞാൽ ചെലവഴിച്ചു. നമുക്കറിയാലോ, അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അപ്പോൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ
അവനവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്, അവന് തുണിയും കുപ്പായവും വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും സൗകര്യങ്ങളും വാങ്ങുന്നതും അംഫഖു ചെലവഴിക്കൽ തന്നെയാണ്, അതിനൊക്കെ പ്രതിഫലം കിട്ടും. ഇനി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വല്ലദീന ഇദാ അംഫഖു, കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും പാവങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും സ്വന്തം കാര്യത്തിലാണെങ്കിലും ചെലവഴിക്കുന്ന ആളുകൾ വിശ്വാസികളുടെ ഗുണമാണ്. ഇബാദുർ റഹ്മാൻ്റെ ഗുണം പറയാണ്, ചെലവഴിക്കുമ്പോൾ ലം യുസ്രിഫു, അവർ ദൂർത്ത് കാണിക്കുകയില്ല. വീട്ടിലെ ഭക്ഷണവും കാര്യങ്ങളാണെങ്കിലും ആവശ്യത്തിലേറെ ഇസ്രാഫ് കാണിക്കുകയില്ല, ആവശ്യത്തിനേ ചെയ്യുകയുള്ളൂ. സ്വന്തം കാര്യത്തിനാണെങ്കിലും ആവശ്യത്തിനേ ഉള്ളൂ. അതുപോലെ തന്നെ വലം യഖ്തുറു, എന്നാലോ ദൂർത്തടിക്കുകയില്ല, എന്നാൽ വലം യഖ്തുറു പിശുക്ക് കാണിക്കുകയുമില്ല. ഖത്തർ എന്ന് പറഞ്ഞാൽ പിശുക്കാണ്, ബുക്കില്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ കയ്യായഞ്ഞ് ചെയ്യുക, ആവശ്യത്തിലേറെ ചെയ്യുക. കയ്യായഞ്ഞ് ചെയ്യുക എന്നുള്ളതല്ല, ആവശ്യത്തിലേറെ ചെയ്യുന്നതിനാണ് ഇസ്രാഫ്. അവർ മിതത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ചെലവഴിക്കുകയാണെങ്കിലും എന്ത് കൈകാര്യം ചെയ്യുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അൽ ഖസ്ദ തബ്ലുഹു. അൽ ഖസ്ദ് എന്ന് പറഞ്ഞാൽ മിതത്വം, മിതത്വം, മിതത്വം. അൽ ഖസ്ദ മിതത്വം പാലിക്കുക, അൽ ഖസ്ദ മിതത്വം പാലിക്കുക. നബി അത് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഖാരിബു വസദ്ദിദു. നബി സഹാബിമാരോട് പറയുന്നുണ്ട്, അതായത് ലൻ യുൻജിയ അഹദം മിൻകും ബിഅമലിഹി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ഒരാളും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ അമൽ നിങ്ങളെ രക്ഷപ്പെടുത്തൂല. നിങ്ങൾ കുറേ സൽക്കർമ്മം ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് നബി ഒരിക്കൽ പറഞ്ഞു. അതൊരു വലിയൊരു ഒരു സഹാബിമാരെ നെട്ടിച്ചൊരു വാക്കാണ്. വഅലമു അന്നഹു ലൻ യുൻജിയ അഹദും മിൻകും ബിഅമലിഹി എന്നുണ്ട്, ലൻ യുൻജിയ അഹദം മിൻകും അമലുഹു എന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളാരും രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ അത് കേട്ട് നെട്ടിപ്പോയി. ഖാലു, അവർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളും അമൽ കൊണ്ട് രക്ഷപ്പെടൂലേ? ഞങ്ങളേലും രക്ഷപ്പെടൂല. ശരി, എന്നങ്ങളോ? കാരണം ഞങ്ങളെക്കാളധികം അമൽ ചെയ്യുന്ന ആളാണല്ലോ നിങ്ങൾ, അപ്പോൾ അമൽ കൊണ്ട് നിങ്ങളും രക്ഷപ്പെടൂലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ അന, എൻ്റെ അമൽ കൊണ്ട് ഞാനും രക്ഷപ്പെടാൻ പോകുന്നില്ല. അമൽ ചെയ്തു എന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെടൂല. പിന്നെ എന്ത് വേണം? ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, എൻ്റെ അമൽ അല്ലാഹു തആല സ്വീകരിക്കുകയും അത് അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ മൂടിപ്പതക്കുകയും ചെയ്താലല്ലാതെ അമൽ കൊണ്ട് രക്ഷപ്പെടൂല. ഇപ്പം നമ്മൾ കുറേ അമലെടുത്തു എന്നതിൽ നമ്മൾ അഹങ്കരിക്കരുത്. ഞാൻ ഒരുപാട് രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സുന്നത്തുകളൊക്കെ വളരെ പങ്ക്ച്വലാണ്, ഫർളിന് ജമാഅത്തിന് എല്ലായിടത്തും എത്തുന്നുണ്ട്, ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് നമുക്കൊരിക്കലും അഹങ്കരിക്കാൻ പറ്റില്ല. അത് നബിയും പറഞ്ഞു, എനിക്കും കൂടി പറ്റൂല. പിന്നെ എന്താ, നബി കാല് നീര് കെട്ടി വീർക്കുവോളം നമസ്കരിച്ച ആളാണല്ലോ നബി, എന്നിട്ടും കഴിയില്ല. എപ്പോഴല്ലാതെ ഇല്ലാ അൻ യതഗമ്മദനിയല്ലാഹ്, അല്ലാഹു തആല എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ, ബിറഹ്മത്തി മിൻഹു അവൻ്റെ കാരുണ്യം കൊണ്ടും വഫളിൻ ഔദാര്യം കൊണ്ടും. അള്ളാഹുവിൻ്റെ കാരുണ്യൻ്റെ അമൽ അവൻ സ്വീകരിച്ച് അത് അള്ളാഹു അത് അംഗീകരിച്ച് അതിന് പ്രതിഫലം കൊടുക്കണം എന്ന് പാസ്സാക്കണം, പ്രതിഫലം പാസ്സാക്കി തരണം നമുക്ക്, എന്നാലേ അമൽ കൊണ്ട് ഫലം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാരിബു വഖാരിബു, അതുകൊണ്ട് പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കാവുന്ന മിതമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. വസദ്ദിദു, പരമാവധി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നേരെയായിരിക്കണം. നേരെയാവുക എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോകാതെ, അനാചാരങ്ങളിലേക്കോ അന്ധവിശ്വാസങ്ങളിലേക്കോ പോകാതെ, റസൂലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ച നേരെ ചൊവ്വയുള്ള അമലുകളായിരിക്കണം. പരമാവധി പഠിച്ചവനിലേക്ക് അടുക്കുകയും വേണം. അതുകൊണ്ട് കാരണം നമ്മളൊക്കെ ചില അമലുകൾ കൊണ്ട് അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാത്ത തരത്തിൽ
അപാകതകൾ ഉണ്ടാവാം. പക്ഷേ നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര അള്ളാഹുവിലേക്ക് അടുക്കുകയും നേരെ ചൊവ്വയാകുകയും ചെയ്യണം. വഗ്ദു വറൂഹു വശൈഇൻ മിനദ്ദുൽജ. വഗ്ദു നിങ്ങൾ രാവിലെ അമൽ ചെയ്യുക, വറൂഹു വൈകുന്നേരവും അമൽ ചെയ്യുക, വശൈഇൻ മിനദ്ദുൽജ രാത്രിയിൽ കുറച്ചു നേരവും അമൽ ചെയ്യുക. അത് നമ്മളുടെ ഇബാദത്തുകൾ അങ്ങനെയാണല്ലോ അള്ളാഹു നിശ്ചയിച്ച്. സുബഹി നമസ്കരിക്കുന്നു, പിന്നെ ബാക്കിയുള്ള നമസ്കാരങ്ങൾ സൽക്കർമ്മങ്ങൾ രാത്രി കുറച്ചു നേരം ഉറങ്ങാൻ നേരത്തെ ഇശാ വരെയുള്ള ആരാധനാകർമ്മങ്ങളും പ്രാർത്ഥനകളും. പിന്നെ നമ്മൾ ഉറങ്ങിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് വഗ്ദു വറൂഹു രാവിലെയും വൈകുന്നേരവും, രാത്രിയിൽ ദുൽജ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുട്ടിൽ കുറച്ചവും നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. എന്നിട്ട് നബി പറഞ്ഞു അൽ ഖസ്ദ തബ്ലുഗു, ഇതിലൊക്കെ മിതത്വം പാലിച്ചാളി. അപ്പോൾ അമലിൽ പോലും സൈനബ റളിയല്ലാഹു അൻഹ നിസ്കരിക്കുന്നത് ഒരിക്കൽ നബി കാണുന്നുണ്ട്. സൈനബ റളിയല്ലാഹു അൻഹ നിസ്കരിക്കുന്നത് ഈ പള്ളിൻ്റെ ബാക്കിൽ സ്ത്രീകൾ നിൽക്കുന്നിടത്ത് ഒരു നീളത്തിൽ 2 തൂണിൻ്റെ അടിയിൽ ഒരു കയറ് കെട്ടിയിരുന്നു ഒരിക്കൽ. നബി തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു കയറ് കാണുന്നുണ്ട്, കട്ടിയുള്ള ഈന്തപ്പനയുടെ ഒരു പിരിച്ച ചൂടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പള്ളിൻ്റെ ഉള്ളിൽ കയറ് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അവിടുന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, അത് നിങ്ങളുടെ സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. കാരണം നിൽക്കാൻ വയ്യ, അത്ര ക്ഷീണിച്ച് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് നിസ്കരിക്കുകയാണ്, കയറ് കെട്ടി അയിമ പിടിച്ചു തൂങ്ങിക്കാണ്ടാണ് നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയറൊക്കെ അയച്ചിട്ടാളി, അത്രയൊന്നും വേണ്ട, ഏറണ്ട, ഇരുന്നാൽ മതിയല്ലോ, ഇരുന്ന് നിസ്കരിച്ചോളൂ. അല്ലാഹു തആല പറഞ്ഞല്ലേ നിങ്ങൾ ഇരുന്നോളി, ഇതിനത്ര കയറ് കെട്ടിക്കാണ്ട് ഇടങ്ങാറായി നിൽക്കണേ, ഇരുന്നോളി, ഈ ഇരിക്കാൻ പറ്റില്ല ഈ കിടന്നോളി. അവിടെയാണ് അൽ ഖസ്ദ തബ്ലുഗു. എല്ലാം നിങ്ങൾ ഒരു ഖസ്ദായിരിക്കണം, ഒരു മിതത്വമായിരിക്കണം. സഅദ് റളിയല്ലാഹു അൻഹു സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു സമ്പന്നനായ ആളാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ജോലിക്കാരുണ്ട്, അദ്ദേഹത്തിന് സ്വന്തമായ തോട്ടമുണ്ട്, തോട്ടത്തിലൊക്കെ കിണറുണ്ട്, അദ്ദേഹത്തിന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് ചൂട് കാലത്തും വെള്ളം ധാരാളമായി ഉപയോഗിക്കാൻ മുതലുണ്ട്, വകണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നല്ല ഒന്ന് വിസ്തരിച്ച് ഒളു ഉണ്ടാക്കുകയാണ്. വെള്ളമൊക്കെ ഇങ്ങനെയാണ് തൊടുത്തിട്ട് ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെയാണ് പാർന്ന് നല്ല വിസ്തരിച്ച് ധാരാളമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒളു എടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഹാദാ യാ സഅദ്, എന്താ സഅദ് ജി കാട്ടേണ്ടത് എന്ന് ചോദിച്ചു. നീ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി വെള്ളം കുറച്ചധികം ഉപയോഗിച്ചത് കൊണ്ടാണ്. അദ്ദേഹം ചോദിച്ചു, അഫിൽ വളൂഇ സറഫുൻ യാ റസൂലുള്ളാഹ്, ഉളുവിൻ്റെ വെള്ളത്തിലും ഈ മിതത്വം ആണോ നബി? അതൊക്കെ ഒന്ന് കുറച്ച് ധാരാളമായി ഉപയോഗിച്ചുകൂടെ? വളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളൂ എന്നാണ് ശുദ്ധീകരിക്കുന്നതിന് വാവിന് ലമ്മാണ്. ഉളൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാം. വളൂ വാവിന് ഫത്തായിട്ടാൽ ശുദ്ധീകരിക്കുന്ന വെള്ളമാണ്. അഫിൽ വളൂഇ സറഫുൻ യാ റസൂലുള്ളാഹ്, ഈ ശുദ്ധീകരിക്കുന്ന വെള്ളത്തിലും ഒരു മിതത്വത്തിൻ്റെ പ്രശ്നമുണ്ടോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വ ഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകുന്ന പുഴയുടെ വക്കത്ത് നിന്ന് പുഴയിൽ നിന്ന് ഒളു എടുക്കുകയാണെങ്കിൽ പോലും മിതത്വമാണെന്ന്. പിന്നെ നീ അവിടെ അതിൻ്റെ അപ്പുറം അവിടെ പറയാൻ. അപ്പം മിതത്വം ജീവിതത്തിൽ നമ്മൾ എന്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും കൈകാര്യം ചെയ്യുകയാണെങ്കിലും വക്കിളിയിലൊക്കെ നല്ല മിതത്വം വേണം എന്നാണ് പറയുന്നത്. അത് വിശ്വാസികളുടെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ അമിതമായ നമ്മളെ ചിലവല്ലേ, നമുക്ക് നല്ല ശമ്പളമുണ്ട്, വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല അനന്തര സ്വത്ത് കിട്ടിയിട്ടുണ്ട്, ഞാനത് മിതമായി ഉപയോഗിക്കാതെ ഞാൻ ദൂർത്തടിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് സാമൂഹ്യ ദ്രോഹമാണ്. ഏതൊരു വ്യക്തിയും മിതത്വത്തിൻ്റെ അപ്പുറം പോകുന്നത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് നാശമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലദീന ലം ഇദാ അൻഫഖൂ, ചെലവഴിക്കുകയാണെങ്കിൽ പോലും ലം യുസ്രിഫു, അവർ ദൂർത്ത് അമിതമായി ഇസ്രാഫ് അമിതമായി ചെലവഴിക്കുകയില്ല. വലം യഖ്തുറു, എന്നാൽ പിശുക്കുകയുമില്ല. അതും പാടില്ല, പിശുക്കാനും പാടില്ല. ഒക്കെ ഉഷാറായി നടത്തണം, പക്ഷേ ദൂർത്താവരുത്. പിന്നെ ഇന്നലത്തെ
ഇന്നലത്തെ ഹറമിലെ ഖുത്ബ ഇതാണ്. ഒരു മനുഷ്യന് വിശ്വാസി ചെയ്യാവുന്ന കാര്യത്തിൽ കല്യാണങ്ങളിലുമൊക്കെ, ഒരു പക്ഷേ അറബി നാടുകളിലും അതൊക്കെ ഉണ്ടാവുന്നതായിരിക്കും മനസ്സിലാവുന്നത്. കല്യാണങ്ങളിലൊക്കെ അമിതമായ ധൂർത്ത് കാണിച്ച് നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ തന്നെ ധൂർത്തടിച്ച് നശിപ്പിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്, ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് റഹ്മുള്ള ആ ഇതിൽ ഖുത്ബയിൽ. അപ്പോൾ അതാണ്, ധൂർത്ത് പാടില്ല, എന്നാൽ പിശുക്കണ്ട, കഴിയുമെങ്കിൽ പിശുക്കണ്ട. എന്നിട്ടോ വക്കാന ബൈനദാലിക ഖവാമ, ആ ധൂർത്തിൻ്റെയും പിശുക്കിൻ്റെയും ഇടയിലുള്ള ഒരു അവസ്ഥ, മിതമായ അവസ്ഥയായിരിക്കണം. എന്താണെങ്കിലും, തിന്നുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ അങ്ങനെയായിരിക്കണം. മിതമായ, അത് രണ്ടിൻ്റെയും ഇടയിൽ മിതമായ അവസ്ഥയുണ്ടായിരിക്കണം. ഇത് നമ്മുടെ വ്യക്തിയെ മാത്രം ബാധിക്കുന്നതല്ല, മറ്റുള്ളവരെയും ബാധിക്കുന്നതല്ല, നാടിനെ, സമൂഹത്തിനെ മൊത്തം ബാധിക്കുന്ന അപകടമാണ്. ഒരു കൂട്ടർ ധൂർത്തടിച്ച് പോയാൽ ആകെക്കൂടിയും സമ്പദ്ഘടനയെ തന്നെ നശിക്കും. അതുകൊണ്ട് നബി പറയുന്നത് ഖൈറുൽ ഉമൂരി ഔസാത്തുഹാ, ഖൈറുൽ ഉമൂരി ഔസാത്തുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ള അവസ്ഥ ഔസാത്തു, അതിൻ്റെ മധ്യ നിലപാടാണ്. അപ്പോൾ എല്ലതും ഏറാൻ പാടില്ല എന്ന് ഇതിൽ കൂടി റസൂല് പഠിപ്പിക്കുകയാണ്. പിന്നീട് ഇനിയുള്ളത് വിശ്വാസത്തിലേക്കാണ് വരുന്നത്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. വല്ലദീന ലാ യദ്ഊന, ഒരു കൂട്ടറാണ് വിശ്വാസികൾ, ലാ യദ്ഊന മഅല്ലാഹി, അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, റബ്ബന അല്ലാഹുമ്മ എന്നൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ഇലാഹൻ ആഖറ, വേറൊരു ആരാധ്യനോടുകൂടി പ്രാർത്ഥിക്കുകയില്ല. തീരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ മറ്റുള്ള ബിംബങ്ങളെയോ ആ മഹാന്മാരോട് പ്രാർത്ഥിക്കല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധ്യനോട് പ്രാർത്ഥിക്കുകയില്ല. ആരോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കപ്പെടുന്നവൻ ഇലാഹാണ്. ആ ഇലാഹ് അള്ളാഹ് മാത്രമാണ്. ഇലാഹായ അള്ളാഹു അല്ലാതെ വേറെ പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാൾ കൂടിയും പ്രാർത്ഥിക്കപ്പെട്ടാൽ അയാളും കൂടി ദൈവമായി. അതുകൊണ്ട് ഇലാഹുൻ ആഖർ അത് ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു ഇലാഹിനോടുകൂടി അള്ളാഹിൻ്റെ കൂടെ പ്രാർത്ഥിക്കാത്തവരാണ് വിശ്വാസികൾ. അതിനർത്ഥം എന്താ? മറ്റു അള്ളാഹുവിന് പുറമെ ആരെയോടെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മാനിൻ്റെ യഥാർത്ഥ അടിമയല്ല എന്നാണ്. പിന്നെ വലാ യഖ്തുലൂനൻ നഫ്സല്ലതീ ഹറമല്ലാഹ്, അള്ളാഹു തആല നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ ഒരു നഫ്സിനെ അവർ കൊല്ലുകയില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരാളെ കൊല്ലാൻ പാടില്ല. അത് ശിർക്കും കൊലപാതകങ്ങളൊക്കെ രണ്ടും വലിയ മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. വലാ യസ്നൂൻ, വ്യഭിചരിക്കുകയുമില്ല. ഇതൊക്കെ സാമൂഹ്യമായ വ്യക്തി ദോഷങ്ങളും സാമൂഹ്യ ദോഷങ്ങളുമാണ്. അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന കാര്യമാണ്. ഖത്ലുൻ നഫ്സ് എന്ന് പറയുന്നത് സാമൂഹ്യ ദ്രോഹമാണ്. സമൂഹത്തിൽ ഒരു കൊലപാതകം നടന്നാൽ അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും കൊലപാതകങ്ങളും അതുപോലെ രക്തപ്പകകളും നിലനിൽക്കും. അതുപോലെ സിന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കുടുംബ വ്യവസ്ഥ തകർക്കുന്ന കാര്യമാണ്. ഈ വലാ യഖ്തുലൂന നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, സത്യപ്രകാരമല്ലാതെ കൊല്ലൂല. അതായത് കൊല്ലേണ്ട സന്ദർഭങ്ങളുണ്ട്. ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഒരാളെ കൽപ്പിച്ചു കൂട്ടി കൊന്ന ഒരാൾക്ക് കൊല്ലണം, അയാളെ കൊല്ലണം. മുതഅമ്മിദാണെങ്കിൽ അവൻ ഖത്തൽ നഫ്സൻ മുതഅമ്മിദായിട്ട് കരുതിക്കൂട്ടി കൊലപാതകം നടത്തിയാണെങ്കിൽ അയാൾ കൊല്ലണം. കരുതിക്കൂട്ടാതെ അബദ്ധവശാൽ ഒരാളെ കയ്യിൽ നിന്ന് വെടിവെട്ടി ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് കത്തി വീണ് മറ്റേ ആളെ കഴുത്തുക്ക വീണത്, അങ്ങനെ മരിച്ചുപോയി. അങ്ങനെ കരുതിക്കൂട്ടാതെ മരിച്ചു പോയാൽ എന്താ പ്രായശ്ചിത്തം? 100 ഒട്ടകം.
100 ഒട്ടകം പ്രായശ്ചിത്തം കൊടുക്കും ആണ്. അറമിൽ 4-5 കൊല്ലം മുമ്പ് സർക്കാരിൻ്റെ ഗവൺമെൻറ് വക അറമിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ക്രെയിന് പൊട്ടി വീണിട്ട് ഒരു സ്ത്രീ, കുറേ ആളുകൾ മരിച്ചു. അതിൽ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, ഇവിടെയുള്ള പാലക്കാട് ഭാഗത്തുള്ളൊരു സ്ത്രീ മരിച്ചിരുന്നു. സർക്കാർ 100 ഒട്ടകത്തിൻ്റെ വിലയാണ് കൊടുത്തത്. അതാണ് അന്ന് കോടതി വിരിച്ചത്. അതാണ് സർക്കാരാണ് ഒന്നാം പ്രതി. സർക്കാരിൻ്റെ പേരിൽ വിരിച്ചത് 100 ഒട്ടകത്തിൻ്റെ വിലയാണ്. എത്ര 10,000 റിയാലറ്റ് ഒരു ഒട്ടകത്തിന് വെച്ചിട്ട് അങ്ങനെയാണ് അത് സ്ത്രീക്ക് പ്രതിഫലം കിട്ടിയെന്ന് അന്നത്തെ പത്രത്തിലൊക്കെ കണ്ടിരുന്നു. അല്ലാഹു അഅലം. അന്നത്തെ ഒരു ഓർമ്മ പറയാണ്. ഏതായിരുന്നാലും മിഅത്തു ബഈറാണ്, 100 ഒട്ടകമാണ്. കരുതി കൂട്ടാതെ കൊന്നാലുള്ള, അബദ്ധവശാൽ ഒരാളുടെ കയ്യിൽ നിന്ന് കൊന്നാലുള്ള ശിക്ഷ. ഇന്നും ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ഒരു ഡ്രൈവർ അശ്രദ്ധമായി വണ്ടി ഓടിച്ച് അയാളെ വണ്ടി മുട്ടി ഒരാളെ കൊന്നാൽ ഇതാണ് 100 ഒട്ടകത്തിൻ്റെ തുല്യമായ സംഖ്യയാണ് കൃത്യമായി കോടതി വിധിക്കുക. അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ന്യായാന്യായങ്ങളൊക്കെ നോക്കിയിട്ടാണ് വിധിക്കുക. അപ്പോൾ കൊല്ലപ്പെട്ടവൻ്റെ കയ്യിൽ അബദ്ധമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറവ് വരും. സാധാരണ നിലക്ക് അത്രയാണ് വിധിക്കുക. അതിനെന്ത് വേണം പിന്നെ രക്ഷപ്പെടാൻ? കൊല്ലപ്പെട്ടവൻ്റെ അവകാശികൾ ഒഴിവാക്കി കൊടുക്കണം, എന്നാ പ്രശ്നമല്ല. അപ്പോൾ ഇതാണ് ഇല്ലാബിൽ ഹഖി എന്ന് പറഞ്ഞാൽ സത്യപ്രകാരമല്ല. ഇപ്പോൾ വ്യഭിചരിച്ചവൻ അവൻ കൊല്ലപ്പെടേണ്ടതുണ്ട്. സാമൂഹ്യ ദ്രോഹം നടത്തിയാൽ ജഡ്ജ്, ഖാദി അദ്ദേഹം കൊല്ലപ്പെടാത്ത കാലത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപകടമാണ് എന്ന് പറഞ്ഞാൽ കൊല്ലും. കൊലക്കുറ്റത്തിന് വിധിക്കും. അതുകൊണ്ടാണ് ഈ ഡ്രഗ്സുകളൊക്കെ കൊലക്കുറ്റത്തിന് വിധിക്കുന്നത്. അതിനാണ് പലപ്പോഴും ഡ്രഗ്സ് കടത്തുന്ന ആളുകളെ കൊലക്കുറ്റത്തിന് വിധിച്ചതായിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം അത് സാമൂഹ്യ ദ്രോഹമാണ്, മനുഷ്യന്മാരെ മുഴുവനും കൊല്ലുന്ന ഏർപ്പാടാണ്. അതുകൊണ്ട് വിധിക്കും. അതാണ് ഹക്ക് പ്രകാരമല്ലാതെ ഒരാളെ കൊല്ലാൻ പാടില്ല. പിന്നെ ഒലായസുനൂൻ, വ്യഭിചരിക്കാനും പാടില്ല. കൊലപാതകം, വ്യഭിചാരം അതൊക്കെ വലിയ മഹാകുറ്റങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് കൊലപാതകം വലിയൊരു കുറ്റമാണ്. പക്ഷെ വ്യഭിചാരം നമ്മുടെ നിയമം പോലും അനുവദിക്കുന്ന ഉഭയകക്ഷികളോട് സമ്മതപ്രകാരമാണെങ്കിൽ വ്യഭിചാരം നിയമത്തിൻ്റെ ബലം പോലുമുള്ള കുറ്റകൃത്യമല്ല. അവിടെയാണ് നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക്, നമ്മളെ കുട്ടികളൊക്കെ ഉള്ള ഭാവി നമ്മൾ ചിന്തിക്കേണ്ടത്. കൊലപാതകം ഏതായാലും തെറ്റാണ്, അത് പാടില്ല. പക്ഷേ വ്യഭിചാരം എന്നത് ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണെങ്കിൽ തെറ്റല്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹം വന്നു, ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചു, നബി, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതൊക്കെ ശരി തന്നെയാണ്, ഇസ്ലാമിൽ വ്യഭിചാരം തെറ്റൊക്കെയാണ്, എന്നാലും നിങ്ങൾ എനിക്കൊന്ന് സമ്മതം തരുമോ? വ്യഭിചരിക്കാൻ സമ്മതം ചോദിക്കുകയാണ് നബിയോട്. അതിൽ സഹാബിയും മറ്റുള്ളത് കേട്ട ആളുകളൊക്കെ അവനോട് ഭയങ്കരമായി കയർത്തു. എന്താ ഇത് നബിനോട് പറയുന്നത്? ഇത്ര മോശപ്പെട്ട ഒരു പാപം, വ്യഭിചാരം തെറ്റാണെന്ന് മാത്രമല്ല അതിനോട് അടുക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ തെറ്റ് നബിയോട് സമ്മതം ചോദിക്കാൻ വന്നതായി എന്നും പറഞ്ഞ് കയർത്തപ്പോൾ നബി പറഞ്ഞു, അവനോട് കയർക്കണ്ട, ഓനങ്ങണ്ട് എരുത്തിക്ക് വരാൻ പറയാം. നബിയോട് വിളിച്ചു, അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ശരി എനിക്കങ്ങനെ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എന്നാലും ഉമ്മാനെ ആയാലോ? എൻ്റെ ഉമ്മാനെ? ഓ അത് പറ്റില്ല. അപ്പോൾ അവൻ പിന്മാറി, അത് ശരിയാവില്ല. എന്നാ വേണ്ട, എന്നാൽ എൻ്റെ മകളെ ആയാലോ? മകളിൽ എനിക്ക് പ്രായപൂർത്തിയായ മകളെ ആയാലോ? അത് പറ്റില്ല. എന്നാൽ പെങ്ങളെ ആയാലോ? അത് വേണ്ട. അങ്ങനെ നബി ഓരോരുത്തരും ചോദിച്ചു, അമ്മായി ആയാലോ? പിന്നെ അമ്മായി ആയാലോ? എളാമ്മ ആയാലോ? അതൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഉദ്ദേശിക്കുന്ന ആൾ ഏതെങ്കിലും ഒരാളമ്മേ, പെങ്ങളോ, മകളോ, അമ്മായോ, എളാമയോ ആവൂലേ? അപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കൈവച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. അതിന് ബോധ്യപ്പെട്ടു എന്ന്. നബിയുടെ ആ സമീപനം നോക്കി, നിങ്ങൾ ആ പഠിപ്പിക്കുന്ന സമീപനം. ചീത്ത പറഞ്ഞാണ്ട് പോടവിടുന്ന് പള്ളിയിൽ നിന്ന് പറഞ്ഞ് ഇറക്കിയാൽ പോകാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് അത് ചെയ്യൂലേ? പക്ഷെ നബി അടുത്ത് വിളിച്ച് സ്വകാര്യമായിട്ട് ഇതൊക്കെ ചോദിച്ചു. എന്നാ വേണ്ട. നമ്മുടെ ബോധ്യമായി. നബി നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അള്ളാഹുവേ അവന് ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കുക, അവന് നീ ശുദ്ധമായ ജീവിതത്തിന് നീ തൗഫീക്ക് നൽകുക, മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്ന് അവനെ നീ അകറ്റ്. 2-3 പ്രാർത്ഥന നടത്തി. അദ്ദേഹം പശ്ചാത്തപിച്ച് തിരിച്ചുപോയി.
അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്നത് പിന്നീട് സിന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്രമാത്രം വെറുപ്പായിരുന്നു എന്ന്. ആ കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉഭയകക്ഷിയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നിയമം പോലും അംഗീകരിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയാണ് ഇബാദുർ റഹ്മാൻ്റെ വില നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. എന്താണ്? വലാ യസ്നൂൻ, കൊലപാതകം നടത്തൂല. അള്ളാഹു അല്ലാത്തവ ശിർക്ക്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ശിർക്കാണ്. പിന്നെ ഖത്ല്, കൊലപാതകം, അതേ കൂട്ടത്തിലാണ് സിന, വലാ യസ്നൂൻ. എന്നിട്ട് പറയാണ് ഉമൻ യഫ്അൽ ദാലിക, ആരെങ്കിലും അത് ചെയ്താൽ യൽഖ അസാമ, അവൻ അസാമ് കണ്ടു എത്തും. അസാമ് എന്ന് പറഞ്ഞാൽ മഹാതെറ്റ്, മഹാകുറ്റം. ജഹന്നമിൻ്റെ ഒരു ഭാഗത്തിനാണ്, ഭീകരമായ ഒരു ഭാഗത്തിനാണ് അസാമ് എന്ന് പറയുക എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അസാം എന്ന് പറഞ്ഞാൽ ജഹന്നമിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു ഭാഗം, അതല്ല കുറ്റം, ആ കുറ്റത്തിൻ്റെ ശിക്ഷ എന്നും പറയാം. യൽക്ക, അവൻ കണ്ടുമുട്ടും. ലഖിയ യൽക്ക, അവൻ കണ്ടുമുട്ടും. അസാമ, അതിഭീകരമായ ശിക്ഷയെ അവൻ കണ്ടുമുട്ടും. അപ്പോൾ എടുത്തു പറഞ്ഞ 3 കുറ്റമാണ് ഷിർക്ക്, കൊലപാതകം, സിന. പിന്നെ എന്ന് മാത്രമല്ല, കണ്ടുമുട്ടും എന്ന് മാത്രമല്ല, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, യുളാഅഫു ലഹു, അവന് ഇരട്ടിച്ചു കൊടുക്കും. അൽ അദാബു, ശിക്ഷ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ശിക്ഷ ഇരട്ടിക്കൊടുക്കും. വയഖ്ലുദ് ഫീഹി, ആ ശിക്ഷയിൽ അവൻ ശാശ്വതനാകും. മുഹാനൻ, നീചനായി, നികൃഷ്ടനായി ശാശ്വതമാകും. ആ ഖുലൂദ് ശിർക്കാണെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാത്ത തരത്തിലുള്ള ശാശ്വതമായ ശിക്ഷയായിരിക്കും നരകശിക്ഷ. ഒരിക്കലും കലാകാലവും രക്ഷപ്പെടാത്ത, ഖാലിദീന ഫിഹ അബദാ, ആ ഖുലൂദ് അബദ, കാലാകാലം ഖുലൂദ് ഉണ്ടാവും. നേരെ മറിച്ച് സിന, അതുപോലെ കൊലപാതകം എന്നുള്ളതിന് അള്ളാഹു ഉദ്ദേശിച്ച ഒരു നീണ്ട ഖുലൂദ് ഉണ്ടാവും, പിന്നീട് അവൻ രക്ഷപ്പെടും. എന്നിട്ട് പറയാണ് ആ ലഹു, അവന് എവിടെയാണ്? യുളാഫു ലഹു, അവന് ഇരട്ടിപ്പിച്ചു കൊടുക്കും. ലഹു, അവന്, ലഹു ലഖ, നിനക്ക്, ലഹ, അവൾക്ക് എന്നൊക്കെയാണ്. ലഹു, അവന് ശിക്ഷ ഇരട്ടിച്ചു, അൽ അദാബ്, ശിക്ഷ ഇരട്ടിപ്പിച്ചു കൊടുക്കപ്പെടും ഖിയാമത്ത് നാളിൽ, യൗമൽ ഖിയാമ. വയഖ്ലുദ്, അവൻ ഖാലിദാകും, ശാശ്വതനാകും. ഫീഹി, ആ ശിക്ഷയിൽ. മുഹാനൻ, ഹീനനായിക്കൊണ്ട്. മുഹാനൻ എന്നുള്ളത് ഹീനൻ, നീചൻ, നീചനായിക്കൊണ്ട് ആ ശിക്ഷയിൽ അവൻ ശാശ്വതനാകും. എന്നാലോ ഇല്ലാമൻ താബ, അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്താ കാട്ടുക? ഇനിയിപ്പോൾ കാലാകാലം നരകത്ത് കിടക്കേ? അതല്ല, അള്ളാഹു തആല അവിടുന്നൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ. അപ്പം അങ്ങനെയൊക്കെ അബദ്ധം വന്നു. അതായത് പിന്നെ ഈ അവിടെ ഇല്ല എവിടെ? അല്ല, അതെന്താ? അല്ല, അത് ബാധക. എങ്ങനെ അറിയില്ലേ? ഈ ഹി എന്നതിൻ്റെ മുമ്പ് സുക്കൂനാണെങ്കിൽ നീട്ടൂല, ഹർക്കത്താണെങ്കിൽ നീട്ടും. ഇപ്പം ഫബിഹി, മനസ്സിലായി? ഇപ്പം ഇലാ റബ്ബിഹി എന്നുള്ളടത്ത് നീട്ടേണ്ട എന്താ? അതിൻ്റെ മുമ്പ് എന്താ? സുക്കൂനല്ല, ഹർക്കത്താണ്. റബ്ബി കസറല്ലേ, അതിന് നീട്ടാം, അതിന് നീട്ടണം. മാഖബിൽ സാക്കിനാണെങ്കിൽ നീട്ടൂല എന്നുള്ളത്. ഇനി ഫീ ഉള്ള വേറൊരു സ്ഥലങ്ങൾ നോക്കി, ഫീ ഉള്ളൊരു വേറൊരു സ്ഥലം എവിടെ? പിന്നെ നമുക്ക് വേറെ പല സ്ഥലത്തും ഉണ്ടാകും. പിന്നെ ഒരു ഫീഹി, പിന്നെ എവിടെയാണ്? അല്ല, ഫസ് അൽ ബിഹി ഖബീറ, അതൊക്കെ ബിഹി എന്നുള്ളിടത്തൊക്കെ അതിൻ്റെ മുമ്പുള്ളത് സുക്കൂനാണ്. അത് ശ്രദ്ധിക്കണം. ഹാഇൻ്റെ മുമ്പുള്ളത് സുക്കൂനാണ് എങ്കിൽ നീട്ടാൻ പാടില്ല. അതാണ് ഭാഷാ നിയമം. അല്ല, ഖുർആനിൽ ഈ ചിഹ്നം ഇടേണ്ടത്, മറ്റോടത്ത് അങ്ങനെ ചിഹ്നം ഇടില്ല. ഖുർആനിൽ ഈ ചിഹ്നം നമുക്കിത് പരിചയപ്പെടുത്താൻ വേണ്ടി ഇടുകയാണ്. ഖുർആനിൽ ആ ചിഹ്നം പിന്നെ അങ്ങനെ നീട്ടണം എന്ന് പരിചയപ്പെടാൻ, പഠിപ്പിച്ചു തരാൻ വേണ്ടി നമുക്ക് ആ ചിഹ്നിട്ടതാണ്. ആ ചിഹ്നത്തോടത്തൊക്കെ നീട്ടണം.
പക്ഷേ ഭാഷാ നിയമം അനുസരിച്ച് എന്താണ്, ഹീ എന്ന ഹൂ ഹീ എന്നതിൻ്റെയൊക്കെ മുമ്പ് സുക്കൂനാണ് എങ്കിൽ നീട്ടാൻ പാടില്ല എന്നാണ് നിയമം. മനസ്സിലായോ? ഇപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ മതി. ഹീ ഹൂ എന്നൊക്കെ ഉണ്ടല്ലോ, അവൻ എന്നൊക്കെ പറയുന്ന ആ ഹീൻ്റെ മുമ്പ് സുക്കൂനാണെങ്കിൽ നീട്ടാൻ പാടില്ല. എവിടാ? ഫീ എന്നുള്ള സുക്കൂനാണ്, അപ്പം നീട്ടാൻ പാടില്ലാത്ത സ്ഥലമാണ്. പക്ഷെ അവ പാടില്ലാത്ത സ്ഥലത്ത് നീട്ടേണ്ട ഭാഗമാണ്. പാടില്ലാത്ത സ്ഥലത്ത് ഖിറാഅത്തിൽ നീട്ടി ഓതിയിട്ടുണ്ട്. ഭാഷാപരമായി പാടില്ല, എന്നാൽ നീട്ടി ഓതിയ ഒരു സ്ഥലമാണ്. ഒരു ഹുക്കുമില്ല, അത് ഹുക്കുമില്ല. അത് ഖിറാഅത്ത്, അതിൻ്റെ ഖിറാഅത്ത് അങ്ങനെയാണ്. അതാണ്. ഇപ്പോൾ നിങ്ങൾ ഫീഹി എന്നുള്ള സ്ഥലത്ത് എവിടെയും ആ നീട്ടക്ഷരം കാണൂല. ഫീഹി എന്നുള്ളടത്ത് ഇങ്ങനെ ഒരൊറ്റ സ്ഥലമാണ് ഈ സ്ഥലത്ത്. ഫീഹിൻ്റെ അവിടെ നീട്ടാനുള്ള സ്ഥലം ഒന്ന് മാത്രമേ, ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അല്ല, നീട്ടാതെ ഓതിയാൽ കുറ്റമാകുക എന്ന് പറഞ്ഞാൽ ആ ഖിറാഅത്തിൻ്റെ നിയമം അനുസരിച്ച് അല്ല, അതിൻ്റെ കുറവുണ്ടാവും. കുറ്റുണ്ടായിക്കോണമെന്നില്ല, പക്ഷേ അതിൻ്റെ കുറവുണ്ടാവും. ഒരു ഉദാഹരണത്തിന് ഇന്ന ഓതുമ്പോൾ നമ്മൾ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അവിടെ മണിച്ചു ഓതേണ്ടതാണ്. അതുപോലെ ഉലായിക്ക അവിടെ മദ്ദിടേണ്ട. ഒരാൾ മദ്ദിടാതെ ഉലായിക്കാന്ന് ഓതിയാലോ കുറ്റുണ്ടാവണമെന്നില്ല, നേരെ മറിച്ചോ കുറവുണ്ടാവും. അതായത് തജ്വീദിൻ്റെ നിയമം അനുസരിച്ച് ഓതാറ്റതിൻ്റെ ഒരു വൈകല്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ്. ഇപ്പോൾ ഫീഹി എന്നുള്ള അങ്ങനത്തെ സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ലാത്ത സ്ഥലത്ത് നീട്ടേണ്ട ഒരു സ്ഥലമാണിത് എന്ന് മനസ്സിലാക്കി. അത് മാത്രം നോക്കിയാൽ മതി. ഫീഹി കണ്ടെത്തിയാൽ മതി. വേറെയുള്ള ഫീഹി നോക്കേണ്ടി അവിടെയൊക്കെ നീട്ടാത്ത ഓതലാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ നീട്ടണം. വഹുലുദ് ഫീഹി മുഹാന. അവിടെ നോക്കി, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അവിടെ ലാ റൈബ ഫീഹി എന്ന് പറയോ? ഇല്ലല്ലോ, നീട്ടാതല്ലേ ഓതല്ലേ? എല്ലായിടത്തൊക്കെ തന്നെ നീട്ടാതെ ഓതല്ലേ. പക്ഷെ ഇവിടെ മാത്രം നീട്ടാതെ ഓതുന്ന സ്ഥലമായിട്ടും നീട്ടി ഓതലാണ് നമ്മുടെ ഖിറാഅത്ത്. ഇവിടെ ഖിറാഅത്ത് അങ്ങനെയാണ് സഹാബിമാരിൽ നിന്ന് നമ്മൾ പഠിച്ചത്. അത്രയേ ഉള്ളൂ. ഇല്ലാമൻ താബ വ ആമന വഅമില അമലൻ സാലിഹൻ. അപ്പോൾ ഈ കൊലപാതകം നടത്തിയ എത്രയോ ആളുകൾ പിൻകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വ്യഭിചരിച്ചിരുന്ന ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും കുഴപ്പമില്ല. ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ അവനാ ശിക്ഷ കിട്ടൂല, മേൽപ്പറഞ്ഞ ശിക്ഷ. വ ആമന, വിശ്വസിക്കുകയും ചെയ്തവനൊഴികെ. വഅമില അമലൻ സാലിഹൻ, നല്ല പ്രവർത്തനം ചെയ്യുകയും ചെയ്തവനൊഴികെ. അപ്പം ആമന വിശ്വസിച്ച് തൗബ ചെയ്ത് വിശ്വാസിയായാൽ പോരാ, വിശ്വാസത്തിനോടൊപ്പം അമലുൻ സാലിഹ്, അമല് ചെയ്യണം, സാലിഹായ അമലായിരിക്കണം. അത് അല്ലാഹു തആല പറഞ്ഞു, വിശ്വാസം മാത്രം പോരാ, അമല് വേണം. അമലില്ലാതെ വിശ്വാസത്തിന് കാര്യമില്ല, അമല് വേണം. വിശ്വാസമില്ലാതെ അമലിനും കാര്യമില്ല. ഒരു വിശ്വാസവും ഇല്ല, പഠിച്ചവനിൽ വിശ്വാസമൊന്നും ഇല്ലാതെ ഓൻ കുറേ മക്കത്ത് പോയി ഹജ്ജ് ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് വെച്ചു, അതിന് കൂലിയിട്ടില്ല. ഇനി അമലില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറഞ്ഞ് ബാധ്യതകളായ അമലുകളൊന്നും ചെയ്തില്ല, എന്നാലും അതിന് ഫലമില്ല. ഇനി അമലന്നെ ഉണ്ടാവണം, സാലിഹല്ലാത്ത അമല്. ഒരമല് സാലിഹാകണമെങ്കിൽ അതിൻ്റെ നിബന്ധന എന്താണ്? ഒന്ന്, സദുദ്ദേശം വേണം, നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം. എന്നാൽ അതായത് ജനങ്ങളെ കാണിക്കാനോ മറ്റോ നിർബന്ധിതമായിട്ടോ ആ അമലൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. രണ്ട്, അള്ളാഹും റസൂലും പറഞ്ഞതിനോട് യോജിച്ച് വരണം അമല്. അപ്പം ഈ നിലക്ക് അള്ളാഹും റസൂലും പറഞ്ഞതിനോട് യോജിച്ച് വന്ന ആത്മാർത്ഥതയുള്ള സാലിഹായ അമലുകൾ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങി വിശ്വസിച്ച് അമലുസാലിഹാത്ത് ചെയ്തവനൊഴികെ. അപ്പോൾ സഹാബിമാരിൽ നിന്ന് പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വന്ന ആളുകൾ പിന്നീട് വിശ്വസിച്ച് അതിൽ നിന്നൊക്കെ തൗബ ചെയ്ത് ഓൽക്ക് ഈ കുറ്റമില്ല. അതാണ് ഫഉലൈക, ആ കൂട്ടർ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ സയ്യിആത്തുകൾ, അവരുടെ കുറ്റങ്ങളൊക്കെ
അള്ളാഹു താല സയ്യാത്ത് പറഞ്ഞ കുറ്റങ്ങൾ അള്ളാഹു താല ഹസനാത്തി നന്മകളാക്കി മാറ്റും. അത്തരം ആളുകളുടെ പണ്ട് മോശപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മകൾ വരെ അള്ളാഹു താല നന്മയാക്കി മാറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്ന സംഭവം ഇബ്നു ഹാത്തിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തഫ്സീറുകളൊക്കെ കാണാം. അതായത് ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൺപുരികങ്ങളൊക്കെ വാർദ്ധക്യം കൊണ്ട് ഇങ്ങനെ കണ്ണുക്ക് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട് എന്നാണ്. അതിന് മാത്രം വൃദ്ധനായ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു എന്ന്. എന്നിട്ട് പിന്നെ പറഞ്ഞു, അദ്ദേഹം പറയാണ്, നബിയെ, ഞാൻ ചെയ്ത തോന്നിവാസങ്ങൾ ഭൂമിയിലുള്ള ആളുകൾക്ക് മുഴുവനും വീതിച്ചാൽ പോലും മുഴുവനും വീതിച്ചു കൊടുക്കാൻ മാത്രം ഞാൻ തോന്നിവാസം ചെയ്തിട്ടുണ്ട് നബിയെന്ന്. അയാൾക്ക് ബോധ്യം വന്നു. അപ്പോൾ ഈ നാട്ടുകാർക്ക് മുഴുവനും വീതിക്കാൻ മാത്രമുള്ള തോന്നിവാസം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്കിനി തോബ ഉണ്ടോ, ഞാൻ ഇനി രക്ഷപ്പെടുമോ എന്നാണ് നബിയോട് അദ്ദേഹം ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ അസ്ലം ചങ്ങായി നീ മുസ്ലിം ആയിക്കണോ? അപ്പോൾ പറഞ്ഞു, ഞാൻ മുസ്ലിം ആയിക്കണേ, മുസ്ലിമായി ശഹാദത്ത് കലിമയൊക്കെ ചെല്ല ആളാണ് ഞാൻ. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, എങ്കിൽ അല്ലാഹു തആല എല്ലാം പൊറുക്കുന്നവനാണ്, തിന്മകൾ കഴിഞ്ഞ കാലത്തെ തിന്മകളെ അല്ലാഹു തആല നന്മകളാക്കി മാറ്റുന്നവനാണ്. അതുകൊണ്ട് ഏത് തിന്മകളും നീ ചെയ്താലും അതൊക്കെ നിനക്ക് നന്മയായി ഭവിക്കും എന്ന് നബി പറഞ്ഞപ്പോൾ അദ്ദേഹം ഫഹല്ലല വഖബ്ബറാന, അദ്ദേഹം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നബിയുടെ അടുക്കൽ നിന്ന് പോയി എന്ന് ഈ ഹദീസ് കാണാം. കാരണം അതാണ്, പശ്ചാത്തപിച്ച് നമ്മൾ ഇസ്ലാമിലേക്ക് പശ്ചാത്തപിച്ചാണ് മടങ്ങിക്കഴിഞ്ഞാൽ അതാ ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ, പശ്ചാത്തപിച്ചവനൊഴികെ വിശ്വസിച്ചവനുമൊഴികെ സൽക്കർമ്മങ്ങൾ ചെയ്തവനുമൊഴികെ ഫഉലൈക, ആ കൂട്ടർക്ക് യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ, അവരുടെ തിന്മകൾ അല്ലാഹു തആല ഹസനാത്തായിട്ട് മാറ്റിക്കൊടുക്കും. പഠിച്ചോൻ്റെ കാരുണ്യം നോക്കിങ്ങൾ, അവൻ ചെയ്ത എല്ലാ തോന്നിവാസങ്ങളും സൽക്കർമ്മങ്ങളായിട്ട് അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. വകാന അല്ലാഹു ഗഫൂറുർ റഹീമ, അല്ലാഹു തആല ഗഫൂറുർ റഹീമുമാണ്. എന്നാൽ വമൻ താബ വ അമില സാലിഹൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന ആയത്തുകളാണ്. വമൻ താബ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, വ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, പശ്ചാത്തപിച്ചിട്ട് പിന്നെ ചെയ്തിടത്തോളം പശ്ചാത്തപിച്ച് പിന്നെ തോന്നിവാസം ചെയ്യാൻ പാടില്ല, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അവൻ അല്ലാഹുവിങ്കലേക്ക് ഒരു പശ്ചാത്താപം, ശക്തമായ പശ്ചാത്താപമാണ് പശ്ചാത്തപിച്ചിട്ടുള്ളത്. തൗബ ചെയ്തു. ഈ ആളുകൾ അങ്ങനെയാണ്, റമളാൻ ആകുമ്പോൾ ഒന്ന് തൗബ ചെയ്യും, പിന്നെ റമളാൻ കഴിഞ്ഞാൽ അതൊക്കെ എടുത്തുവെച്ച് കണ്ട് പിന്നെ എല്ലാ തിന്മകളും ചെയ്യും. അത് പറ്റില്ല. തൗബ ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ആ തൗബ ഒരു വലിയ ശക്തമായ തൗബയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഇബാദുർ റഹ്മാൻ്റെ അടയാളം. മറ്റൊന്ന് വല്ലദീന ലാ യശ്ഹദൂന സൂർ, ഒരു കൂട്ടർ ലാ യശ്ഹദൂന സൂറ, തിന്മകൾക്ക് അവർ സാക്ഷികളാവുകയില്ല. തിന്മകൾ, സൂർ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തിന്മകളായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹറാമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും അതിന് സാക്ഷിയാവില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ പോയി ഇരിക്കുകയില്ല, അതിന് സാക്ഷി നിൽക്കാൻ പോവുകയില്ല, അത് കണ്ടു നിൽക്കുകയില്ല, ഗീബത്തും നമീമത്തും കണ്ടും കേട്ടും ആസ്വദിച്ച് നിൽക്കുകയില്ല. തിന്മകളുടെ കൂടെ അത് ചെയ്യുന്നിടത്തും പറയുന്നിടത്തും അവന് സാക്ഷിയായി നിൽക്കുകയില്ല, അവിടെ ഹാജറുണ്ടായിരിക്കുകയില്ല. അത് നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. തോന്നിവാസങ്ങളുള്ളിടത്ത് നമ്മൾ മാറി നിൽക്കണം. വല്ലദീന ലാ യശ്ഹദൂന സൂറ, തിന്മകൾക്ക്, ചീത്തയായ തെറ്റായ ഹറാമായ കാര്യങ്ങൾക്ക് സാക്ഷിയാവൂല. എന്ന് മാത്രമല്ല ഇദാ മറൂ ബില്ലഗ്വി, മറ എന്ന് പറഞ്ഞാൽ നടന്നു, ഇദാ മറൂ, അവർ നടന്നു പോകുമ്പോൾ, ബില്ലഗ്വി, അനാവശ്യത്തിൻ്റെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ, മറൂ കിറാമ, മാന്യന്മാരായിട്ടാണ് നടന്നു പോകുക. അനാവശ്യത്തിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ഏതായാലും ഇതൊക്കെ ഒന്ന് എത്തിയില്ല, എന്നാൽ ഇതൊന്ന് കാണട്ടെ എന്നല്ല, മാന്യന്മാരായിട്ട് പോകുന്ന പറഞ്ഞാൽ അത് നമുക്ക് പറ്റിയതല്ല.
അത് അവിടെ നിന്നുകൊണ്ട് വേഗമാണ് നീങ്ങിപ്പോകും. ഇതാ മർറൂബിൽ ലഹ്വി മർറൂ കിറാമ, മാന്യന്മാരായിട്ട് അവർ നടന്നു പോകും. അപ്പം നമ്മളിലുണ്ടാവേണ്ട ഗുണങ്ങൾ അതാണ്. നമ്മളങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാത്തി റബ്ബിഹിം, ഒരു കൂട്ടർ ഇദാ ദുഃഖിറൂ അവരെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ, ബി ആയാത്തി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ, ലം യഖിറൂ അലൈഹ അതിന്മേൽ അവർ ചെന്ന് വീഴുകയില്ല, സുമ്മൻ പൊട്ടന്മാരായിക്കൊണ്ടും വ ഉമ്യാന അന്ധന്മാരായിക്കൊണ്ടും. വല്ലദീന ഇദാ ദുഃഖിറൂ ബി ആയാത്തി റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ അവരെ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ, അവരെ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ, ലം യഖിറൂ അലൈഹ അതിന്മേൽ അവർ വീഴുകയില്ല, സുമ്മൻ സുമ്മ് എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ, കാതുപൊട്ടന്മാർ, ഓ ഉമ്യാന കണ്ണുപൊട്ടന്മാരായും വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? അത് ലം യുഖാബിലുഹ ബിൽ ഇറാദി അൻഹ അതിനെ അവഗണിച്ചിട്ട് ആയത്തുകൾ ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അവഗണിക്കുകയില്ല, പൊട്ടത്തരം കാണിക്കൂല എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കുകയില്ല. അതുപോലെ തന്നെ വസമമി അൻ സിമാഇഹ അത് കേൾക്കുമ്പോൾ കേട്ടില്ലെന്ന് നടിക്കുകയില്ല. വസർഫിൻ നദ്രി വൽ ഖുലൂബി അൻഹ അതിൽ നിന്ന് നോട്ടവും ഹൃദയവും അള്ളാഹുവിൻ്റെ ആയത്തിൽ നിന്ന് തിരിച്ചു പോവുകയില്ല. കമാ യഫ്അൽഹു മൻ ലം യുഅ്മിൻ ബിഹാ വലം യുസദ്ദിഖ് വിശ്വസിക്കാത്തവരും സത്യപ്പെടുത്താത്തവരും ചെയ്യുന്നത് പോലെ ചെയ്യൂല. വതജിദു ഇൻദഹും ആദാനൻ സാമിയ അള്ളാഹുവിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ കേട്ട് മനസ്സിലാക്കുന്ന കാതുകളും വഖുലൂബൻ വാഴിയ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഹൃദയങ്ങളും അവർക്കുണ്ടാകും. ഫയസ്ദാദു ബിഹ ഈമാനുഹും അവരുടെ ഈമാൻ വർദ്ധിക്കും. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അതിനെ ചില ആളുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ പൊട്ടന്മാരും അന്ധന്മാരുമായിട്ട് അങ്ങനെ അല്ല, അതിനെ ശരിക്ക് യുക്തിയോടുകൂടി ചിന്തിച്ച് യുക്തിപൂർവം ആയത്തിനെ മനസ്സിലാക്കും. അന്ധമായി അള്ളാഹുവിൻ്റെ ആയത്തിനെ സ്വീകരിക്കൂല എന്ന വ്യാഖ്യാനം ചില ഭൗതിക ചിന്താഗതിക്കാർ പറയാറുണ്ട്. അത് മനസ്സിലാക്കാത്തത് കൊണ്ടും ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് പറയുന്ന ഒരു വാക്കാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് പൊട്ടത്തരം കാണിക്കുക. ആയത്തൊക്കെ കേട്ടു എന്നിട്ട് ഇങ്ങനെ പൊട്ടന്മാർ കേട്ട മാതിരി അതിനെ ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ ജീവിക്കൂല എന്നാണ് എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോരുത്തർക്കനുസരിച്ച് ഇങ്ങനെയാണ്ട് പറയാണ്. പണ്ടുള്ള ഈ ഭൗതികത തലയിൽ കയറിയാൽ അത് പറഞ്ഞിട്ടുണ്ട്. ഭൗതികത കണ്ട് തലയിൽ കയറിയാൽ ആയത്ത് കേട്ടാലും നമ്മളൊന്ന് ആലോചിച്ചിട്ടേ പറ്റാൻ പറ്റുള്ളൂ. നമ്മളൊരു വാക്ക് പറഞ്ഞ എൻ്റെ വാക്കൊന്ന് ആലോചിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ അറിയാമല്ലോ. വെറുതാണ്ട് കേട്ടേ ഇങ്ങനെ ചെയ്യൂല, അതൊക്കെ ഒന്ന് ശരിയാതെറ്റൊന്ന് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ പറഞ്ഞ മാതിരിയാണ്. അള്ളാഹിൻ്റെ ആയത്ത് കേട്ടാലും തനി പൊട്ടനായിട്ടാണ്ട് അന്ധമായി അനുകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിൽ ചെറിയതല്ല വലിയൊരു അബദ്ധമുണ്ട്. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതാണ്. പിന്നെ പോവുക നമ്മൾ ഇത് തീർക്കണം. വല്ലദീന യഖൂലൂന റബ്ബന ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ അവരവരുടെ ജീവിത വിശുദ്ധി സാമൂഹ്യ മര്യാദകളൊക്കെ പറഞ്ഞിട്ട് ഇനി അവരവരുടെ കുടുംബത്തിന് വേണ്ടി വല്ലദീന യഖൂലൂന പ്രാർത്ഥിക്കുന്നവരും റബ്ബന ഹബ്ലന റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ ഹബ്ലന ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും വദുരിയാത്തിന ഞങ്ങളുടെ മക്കളിൽ നിന്നും ഖുർറത്ത അഴ്യുനിൻ കണ്ണിന് കുളിർമകൾ നൽകണമേ. അപ്പോൾ ഭാര്യയും മക്കളും കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഭാര്യയുടെയും മക്കളുടെയും നല്ല സ്വഭാവങ്ങളും അവരുടെ നല്ല ജീവിതവും കണ്ട് നമ്മൾ അവരുടെ സൗന്ദര്യം അവരുടെ പണം കണ്ടിട്ടല്ല കണ്ണിന് കുളിർമ. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. നേരെ മറിച്ച് ഇണകളാണ്. ഭാര്യ എന്നുള്ള ഭാര്യ അല്ല, അത് ഞാൻ പഴച്ചു പറഞ്ഞത്. അസ്വാജിന എന്ന് പറഞ്ഞാൽ നമ്മളെ ഇണകൾ. അതായത് ഭാര്യയ്ക്ക് ഭർത്താവ് എന്തൊക്കെയായിരുന്നാലും കുറച്ച് കാശും പണമോ സൗന്ദര്യമോ സൗകര്യങ്ങൾ കുറവാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ട്, പടച്ചവനെ പേടിക്കുന്നുണ്ട്, സത്യസന്ധമായി ജീവിക്കുന്നു എന്ന് ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റിയും ഒരു കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം. ഭാര്യയെപ്പറ്റി ഭർത്താവിനും കണ്ണിന് മനസ്സമാധാനം. മക്കളെപ്പറ്റി ബാപ്പാക്കും ഉമ്മാക്കും മനസ്സമാധാനം. അതാ ഖുറത്തു ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം എന്ന ആശയമാണ് അതിന്. അങ്ങനെ നീ ഞങ്ങൾക്ക് നൽകണമേ.
ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യണമേ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് മേലൊക്കെ പറഞ്ഞത്. പക്ഷേ ഭാര്യൻ്റെയും മക്കളുടെയും കാര്യത്തിൽ നമ്മൾ ചെയ്താൽ പോരാ. ഭാര്യയെ നല്ല ഭാര്യനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, മക്കളെ നന്നായി ദീന് പഠിപ്പിച്ചു, അവിടെ ഒന്നും കാര്യം പോരാ. പിന്നെ അതൊക്കെ പടച്ചോൻ അവർക്ക് ആ നല്ലൊരു കണ്ണിന് കുളിർമയാവുന്ന അവസ്ഥ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യണം. എത്രയോ ആളുകൾ മക്കളെ പഠിപ്പിച്ച് ഭാര്യമാരെ നല്ല ഉപദേശിച്ചിട്ടും മര്യാദക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയണില്ലല്ലോ, വീട്ടിലേക്കാണ് കയറി ചെല്ലാൻ കഴിയണില്ല. എത്ര ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് എത്ര ഉപദേശിച്ചിട്ടും നല്ലൊരു ഭർത്താവിനെ കിട്ടുന്നില്ലല്ലോ. അത് പടച്ചോൻ്റെ അടുക്കൽ നിന്നുള്ളൊരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വ ദുരിയാത്തിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഇമാമാവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. അതിന് നല്ലത് ചെയ്യുന്നവരുടെ മുന്നിൽ നടക്കാൻ കഴിയണം. നല്ലത് ചെയ്യുന്ന ആളുകളുടെ ഇമാമാകാരന പള്ളിയിലെ ഇമാം എന്നുള്ളതല്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇമാമാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് മാതൃകയായി ജീവിക്കാൻ ഞങ്ങളെ നീ ആക്കണമേ, അതിനുള്ള സൗകര്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഉലായിക്ക, അങ്ങനെയുള്ള കൂട്ടരാണ് ആ കൂട്ടർ യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അവർക്ക് പ്രതിഫലം നൽകപ്പെടും. യുജ്സൗനൽ ഗുർഫത ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ അവർക്ക് ഉന്നതമായ പദവികൾ. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ റൂം എന്ന്, അതായത് സ്വർഗത്തിലെ ഉന്നതമായ ഇടങ്ങൾ പ്രതിഫലം നൽകപ്പെടും. വയുലഖൗന ഫീഹാ, ആ സ്വർഗത്തിൻ്റെ ഇടങ്ങളിൽ അവർ കണ്ടുമുട്ടുന്നതുമാണ് തഹിയ്യത്തൻ, അഭിവാദ്യങ്ങളും സലാമ, സമാധാന സന്ദേശങ്ങളും കട്ടും. അതായത് ഉദ്ഖുലുഹാ ബിസലാമിൻ ആമിനീൻ, നിങ്ങൾ സ്വർഗത്തിൻ്റെ ഗുർഫാത്തുകളിലേക്ക് സമാധാനത്തോടുകൂടി കടന്നു വരിക എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു സമാധാനത്തിൻ്റെയും തഹിയ്യത്ത്, അഭിവാദ്യങ്ങളും അങ്ങനെയുള്ളവർ കണ്ടുമുട്ടും. അതിനെന്ത് വേണം? ക്ഷമിച്ച്, നല്ല കാര്യങ്ങളിൽ ക്ഷമിച്ച് ജീവിക്കണം. ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ ഗുർഫാത്തുകളിൽ, വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ, സ്വർഗത്തിൻ്റെ മുറികളിൽ അവർ നിർഭയന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗുർഫത്താണ് ഖാലിദീന ഫിഹാ, ആ സ്വർഗീയ മുറികളിൽ അവർ ശാശ്വതന്മാരായിരിക്കും. ഹസുനത്ത് മുസ്തഖറൻ, അതൊരു നല്ല സങ്കേതമായി തീർന്നിരിക്കുന്നു. വ മുഖാമ, നല്ല താമസയിടവുമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇബാദുർ റഹ്മാനെ പറ്റിയാണ് പറഞ്ഞത്. കുറേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കുറേ നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിച്ച് വാങ്ങേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ആയാൽ അവന് സ്വർഗത്തിൻ്റെ ഗുർഫാത്തുകളിൽ താമസിക്കാം. അള്ളാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിനാണ് അള്ളാഹ് അവസാനം പറയാണ്, അങ്ങനെയൊക്കെ നിങ്ങൾക്കാവണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും പ്രാർത്ഥിക്കണം. ഇതൊക്കെ കിട്ടാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഖുൽ, നബിയെ പറയുക, മാ യഅ്ബഉ ബിക്കും റബ്ബി, മാ യഅ്ബഉ ബിക്കും, അബ എന്ന് പറഞ്ഞാൽ പരിഗണിച്ചു, വില കൽപ്പിച്ചു എന്ന്. മാ യഅ്ബഉ ബിക്കും റബ്ബി, എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കൂല. പടച്ചോന് നമ്മളെ പരിഗണിക്കണമെങ്കിൽ അപേക്ഷ കൊടുക്കണ്ടേ? നമ്മളും അങ്ങനെ തന്നെയല്ലേ? അപേക്ഷ തന്നാലല്ലേ നമ്മൾ പരിഗണിക്കുള്ളൂ. അപേക്ഷ എന്ന് പറഞ്ഞാൽ ദുആ. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. ആ അപേക്ഷ ഏതാ? അള്ളാഹുവേ തരയണമേ, രക്ഷപ്പെടുത്തണമേ, കാക്കണമേ. അതാ ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. ഫഖദ് കദ്ദബത്തും, അപ്പോൾ നിങ്ങൾ കളവാക്കുന്നവരായിത്തീരും. പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ വാണി തന്നോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നടക്കുകയാണെങ്കിൽ പറ്റൂല. അപ്പോൾ നിങ്ങൾ കളവാക്കുന്നവരായിത്തീരും. ഫസൗഫ യകൂനു ലിസാമ, അപ്പോൾ ആ നരകം ലിസാമാകും. അദാബ്, ആ ശിക്ഷ നിങ്ങൾക്ക് നിർബന്ധമായി തീരും. അതുകൊണ്ട് എന്ത് വേണം? ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ശിക്ഷ ലിസാമാകും എന്ന് പറഞ്ഞാൽ നിരന്തരമായി നിങ്ങളെ പിടികൂടിക്കൊണ്ടിരിക്കും. ലിസാം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായും എപ്പോഴും പിടികൂടിക്കൊണ്ടിരിക്കും ശിക്ഷ. അത് മനസമാധാനമില്ലായ്മ, അതുപോലെ തന്നെ അത്യാർത്തി,
പിന്നെ കലഹങ്ങൾ കടഞ്ഞ ജീവിതം, അങ്ങനെയൊക്കെയായി എപ്പോഴും അള്ളാഹിൻ്റെ ശിക്ഷ പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പം എന്ത് വേണം? നിരന്തരമായി മേൽപ്പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഭാര്യാമക്കളിലും ഒക്കെ സമാധാനം കിട്ടാനും നന്മ കിട്ടാനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹ് തിരിഞ്ഞു നോക്കുകയില്ല, പരിഗണിക്കുകയില്ല. ഇത്രയുമാണ് ഇബാദുർ റഹ്മാൻ നമ്മളെ പഠിപ്പിച്ചത്. സൂറത്തുൽ ഫുർഖാനിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.